ഈ പത്രസമ്മേളനം ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ ജൂലിയസ് അച്ഛനോട് സംസാരിക്കാം. ഇന്നത്തെ കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ വളരെ നാടകീയമായി ഞങ്ങൾക്ക് തോന്നി, വളരെ വേദനിപ്പിക്കുന്നതാണെന്ന് തോന്നി. കഴിഞ്ഞ ആഴ്ച പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ സംശയിച്ച, ഇന്നലെ ഞങ്ങളുടെ അതിരൂപത അടിസ്ഥാനത്തിൽ പരസ്യമായി സംശയം പ്രകടിപ്പിച്ചതൊക്കെ വീണ്ടും സത്യമായി വരുന്നു എന്നുള്ള വേദനയും, അതിലുപരി ഈ നാടകത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ നടക്കുന്ന നാടകം കണ്ടപ്പം അതിശയം തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ ഇത്ര പെട്ടെന്ന് ഇവിടെ വിളിച്ചത്. ഇനി ഏറ്റവും ഹോട്ട് ന്യൂസ് ആയിട്ട് ഇന്ന് പല മാധ്യമങ്ങളിലും വന്നത്, അമലയിൽ ചർച്ച വിജയിച്ചു, അമലയിൽ പൈസ കൂടിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു നിജസ്ഥിതി, സത്യാവസ്ഥ നമ്മുടെ ജൂലിയസ് അച്ഛൻ ആദ്യം പറയും, അതിനുശേഷം റെന്യച്ചന് പറയാനുള്ളത് പറയും, അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കയറാം. ജൂലിയസ് അച്ഛൻ. അമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത്, സമരം അവസാനിച്ചിട്ടില്ല, ഇന്നവിടെ ആരും കയറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. മാത്രമല്ല, അവിടെ പറഞ്ഞത് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ അവിടെ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഓഫറുകൾ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ജൂബിലിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ജൂബിലിയുടെ കൂടെയാണ് ഞങ്ങൾ വന്ന് ചർച്ചകൾ നടത്തിയത്. പത്രസമ്മേളനത്തിലും ഒരുമിച്ച് തന്നെയാണ് വന്നത്. മിനിസ്റ്ററെ കാണാൻ പോകുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന ഏപ്രിൽ മാസം മുതൽ കൊടുത്തത് ഇപ്പോൾ കൊടുത്ത പോലെ അവർ വിശദീകരിക്കുകയാണ്. അത് ഏപ്രിൽ മാസത്ത് നടന്ന ഒരു സംഭവമാണ്. ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്ന ഇൻക്രിമെന്റ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ഞാനത് പറഞ്ഞതാണ്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്കൊരു ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ഇൻചാർജുമാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെന്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മാസം ആ സാലറി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ സാലറി മേടിച്ചിട്ടുണ്ട്, മെയ് മാസത്തെ സാലറി വാങ്ങിയിട്ടുണ്ട്, ജൂൺ മാസത്തെ സാലറിയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. സമരമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ജൂബിലിയെ പോലെ തന്നെയുള്ള ഒരു സാലറി സ്റ്റൈലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളൊരു ആവശ്യം. കാര്യം ഇതാണ്, 600 ബെഡിന്റെ താഴെയുള്ള കാറ്റഗറിയിലാണ് അമല ഇപ്പോഴും വരുന്നത്. നമ്മൾ ഈ അസോസിയേഷൻ പോലും ഈ നമ്പർ ബേസ്ഡ് കാറ്റഗറിയിൽ വിശ്വസിക്കുന്നില്ല, നമ്മളും വിശ്വസിക്കുന്നില്ല. എങ്കിലും 30% അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ സമരം വരുത്താൻ പോകുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ തൃശ്ശൂരത്തെ 2 മേജർ ഹോസ്പിറ്റൽസ് ആണ്, ജൂബിലി പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളും എത്തിക്കോളാം എന്ന് സംസാരിക്കുന്നത്. ജൂബിലിയുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ആണ് ഞാൻ നടത്തിയത്. അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 1-ാം തീയതി ഇറക്കിയ സർക്കുലറാണ്. ഏപ്രിൽ 1-ാം തീയതി ഇറക്കിയ സർക്കുലറാണ്. അത് ഞങ്ങൾ പാലിച്ചു. മെയ് 1-ാം തീയതി മാസത്തെ ശമ്പളം കൊടുക്കുമ്പോൾ മെയ് 1-ാം തീയതി എല്ലാ 1-ാം തീയതിയും തന്നെ ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നവരാണ്. ആ മെയ് 1-ാം തീയതിയിലത്തെ സാലറിയിൽ തന്നെ ഏപ്രിൽ മാസത്തെ സാലറി കൊടുത്തു തുടങ്ങിയവരാണ് ഞങ്ങൾ. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത്, ഈ നേതാക്കന്മാർ പോലും പറഞ്ഞത്, ഇത് ഞങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കുന്നതാണ്, ഇത് പണ്ടേ തരേണ്ടതായിരുന്നു, ഇപ്പോഴും കൊടുക്കേണ്ടതില്ല, പണ്ടേ തരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. വേറെ ഒരു മാറ്റങ്ങളും അമലയിൽ ഉണ്ടാക്കിയിട്ടില്ല, ഒരു ചർച്ചകളും നടന്നിട്ടില്ല, ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അമലയിലെ ഏപ്രിൽ 1-ാം തീയതി സാലറി റിവ്യൂ ചെയ്തിരുന്നവര് അവർ പറഞ്ഞിരുന്ന സാലറി തന്നെയാണ്. അപ്പോൾ ഉണ്ടായൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, കാശ് എല്ലാവർക്കും കൂട്ടി കൊടുത്തിരുന്നു. പക്ഷെ അത് ഇവർ സമരം ചെയ്തിട്ടാ കൂട്ടി തരണേന്ന് എഴുതി തന്നാലും അന്ന് സമരം നിർത്താമെന്ന്. പക്ഷെ അത് ഇവർ പറഞ്ഞു സമരത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് എഴുതി തരാൻ പറ്റില്ല. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കൂട്ടിയ വ്യത്യാസപ്പെടുത്തിയ സാലറി അംഗീകരിക്കാതെ സമരത്തിലിരുന്നവര് ഇന്ന് രാവിലെ പെട്ടെന്ന് വന്നിട്ട് പറയുന്നു ഇന്ന് കൂട്ടിയിരുന്നു. അപ്പോൾ അതൊരു വസ്തുതാവിരുദ്ധമായ കാര്യമായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ അമല ഒരു തീരുമാനത്തിലെത്തുകയോ ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടി വരും.
എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്ന്. ഇപ്പോൾ 3 മാസത്തോളമായി സമരം തുടങ്ങിയിട്ട്, 3 മാസത്തിലധികമായി. ഞങ്ങൾ 1 മാസം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് അതിന് മറികടക്കാൻ തക്ക വിധത്തിൽ ഞങ്ങൾ സ്റ്റാഫുമാരെ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് ഇനി അവർ തിരിച്ചു വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ, ഞങ്ങൾ ആ വിടവുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി അവർ തിരിച്ച് വരാണെങ്കിൽ നമ്മൾ വേണ്ട എന്ന് പറയില്ല, പക്ഷേ പറ്റുന്ന സ്ഥലങ്ങളിൽ പതുക്കെയാണ് വെക്കുകയുള്ളൂ. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് സെഷനിലേക്ക് കിടക്കാം. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നൊരു കാര്യം പറഞ്ഞ്, ഇന്ന് നടന്നൊരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അമല പ്രതിനിധികളെയും ജൂബിലി പ്രതിനിധികളെയും മറ്റുള്ള യൂണിയൻ മാനേജ്മെന്റ് യൂണിയനുകളും തൊഴിലാളി യൂണിയനുകളൊക്കെ വിളിച്ച് ചർച്ച നടന്നിരുന്നു. ചർച്ച നടന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അവരോട് പറഞ്ഞതാണ്, ഏറ്റവും പെട്ടെന്ന് മിനിമം വേജസ് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിച്ച് നിയമസാധുതയായി കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾ നിയമസാധുത ആക്കാൻ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ ഇതിൽ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലേബർ ഓഫീസറിനെയാണ്. DLOയുടെ തൃശ്ശൂർ DLO ഞങ്ങളുമായിട്ട് ജോബിൻ പല പ്രാവശ്യം ചർച്ച നടത്തുകയും ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് ജൂബിലിയുടെ മുമ്പിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ വരാവുന്ന രോഗികളെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം അവിടെ റോഡിലെ ആളുകൾക്ക് വരാതിരിക്കാൻ വരുന്നു. ഇതിൻ്റെ ഇടയിലാണ് വളരെ നാടകീയമായിട്ട് ഈ അമല ഇന്നലെ ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടു, ജൂലിയസ് അച്ഛൻ ഇന്നൊരു സാധനം ഒപ്പിട്ട് കൊടുത്തു, അങ്ങനെയൊക്കെ വന്നു. ഇതിന്റെ പശ്ചാത്തലം നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. വേറെ എന്തെങ്കിലും ജോഷ് സാറിനോ ഡെൽ ജോസിനോ എന്തെങ്കിലും സൈജോനും പറയാനുണ്ടോ? ജനറൽ മാനേജറുമായി നിങ്ങൾ സംസാരിച്ചിരുന്നു, കരാറിൽ അദ്ദേഹത്തിന്റെ പേരും അമലയുടെ ജനറൽ മാനേജറുമായിട്ട് ജനറൽ മാനേജറുടെ പേരിലാണ് ഈ കരാർ, അതായത് ലേബർ ഓഫീസർ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ ജനറൽ മാനേജറുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അല്ല, അതിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നപ്പോ അത് കഴിഞ്ഞ ഇതുണ്ട്, അതുള്ളത് പറയാം. അത് കൺഫ്യൂഷൻ പോയിന്റാന്ന് പറയൂ. നിങ്ങളുടെ ഇവിടെ ഇല്ലല്ലോ. വായിക്കൂ. ലേബർ ഓഫീസറുടെ ലെറ്റർ ആണെങ്കിൽ ഞാൻ പറയാം. അത് ഇന്ന് വന്ന ലെറ്റർ ആണോ? ലേബർ ഓഫീസർ ഇന്ന് വന്ന ലെറ്റർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. പറയാം, അത് പറയാം, അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. വേണ്ട, അതിന്റെ പക്ഷെ ഒരു മിനിറ്റ്, ഇതിലൊക്കെ വാസ്തവവിരുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്നു. വളരെ കേൾക്കൂ നിങ്ങളുടെ മാത്രം പറയാനായിട്ട് കേൾക്കൂ, ഞാൻ പറയാം. അതായത് കഴിഞ്ഞ 1-ാം തീയതിയാണ്, നിജസ്ഥിതിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് മിനിസ്റ്റർ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് മിനിസ്റ്റർ ജൂലൈ 1-ാം തീയതിയാണ് മീറ്റിംഗ് വിളിക്കുന്നത്. 30-ാം തീയതി ജൂൺ 30-ാം തീയതി ലേബർ ഓഫീസിൽ നിന്ന് നമ്മളുടെ അവിടെ വരികയും ജൂബിലിയിലും വരികയും 2 സ്ഥലത്തൊരു ടീം ഓഫ് ഓഫീസേഴ്സ് വരികയും അതിന് ഇൻസ്പെക്ഷൻ നടക്കുകയും ചെയ്തു. അതിന്റെ ഡീറ്റെയിൽ ആണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2018 മിനിമം വേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ തന്നെ 2023 1500 മുതൽ 9000 രൂപ വരെയുള്ള ഇൻക്രിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മുതൽ ഞങ്ങൾ സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സമ്മതിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അരിയർ എന്നല്ല പറഞ്ഞത്, അതിങ്ങനെയാണ്. അന്നും എന്നും ഞങ്ങൾ പറയുന്നതാണ്, പുതിയ നിയമവ്യവസ്ഥ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ മുൻകാല പ്രാബല്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അതിൽ പറയുമല്ലോ, അതിന്റെ ഒരു റീസണും കൂടിയും പറയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മന്ത്രിമാര് 5-ാം തീയതി ഒരു കാര്യം തീരുമാനിക്കും എന്ന് ഡിക്ലെയർ ചെയ്യും എന്ന് പറയുകയുണ്ടായിരുന്നു. പിന്നീട് മന്ത്രിമാർ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒരു ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറയാൻ കഴിയില്ല. അന്ന് ചോദിച്ച ചോദ്യം 5-ാം തീയതി തീരുമാനിച്ചാൽ കൊടുക്കുമോ എന്നുള്ള ചോദ്യം. അതൊരു കൺഫ്യൂസിങ് ചോദ്യമാണ്. എങ്ങാനും അത് തീരുമാനിച്ചാൽ ഞങ്ങൾ കേസിനെ പോയില്ലേ എന്നുള്ള ചോദ്യത്തിലൊക്കെയാണ്. അതിൽ നീതിയില്ലെങ്കിൽ, അത് നീതിക്ക് വിരുദ്ധമാണെങ്കിൽ നമ്മൾ കേസിന് പോകില്ല. ഞങ്ങൾ മാത്രമല്ല, ഏത് സംഘടനകളും കേസിന് പോകും. അതിൽ പരാതികളുണ്ടാവും. പക്ഷേ ഞങ്ങൾ അന്ന് അവരോട് പറഞ്ഞതാണ്, ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് അത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്നിട്ടും പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം. അതാണ് പറഞ്ഞത്.
ഈ ഇതിൽ പറയുന്നത് 4000 തുടങ്ങി 6000 രൂപയുടെ വർധനവാണ്. അതിപ്പോ സമരം ചെയ്യുന്ന നഴ്സുമാർക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? ഞങ്ങൾ സമരം ആര് കയറി ഇന്ന് 160ഓളം പേര് സമരത്തിന് പോയവർ കയറിയിട്ടുണ്ട്, അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. അല്ല, ഇപ്പൊ സമരം ചെയ്യുന്ന നഴ്സുമാരോട്, അതായത് ഇത് നമുക്കിത് തീർക്കണമല്ലോ, അതിനുവേണ്ടി ചോദിക്കാം. അതിപ്പോൾ സമരം ചെയ്യുന്ന നഴ്സുമാർ ഈ 4000 രൂപ മുതൽ 6000 രൂപയുടെ വർധനവ് അംഗീകരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഞങ്ങൾ സമരം ചെയ്ത ആളുകളെ സ്വീകരിക്കും. എങ്ങനെ? ഞങ്ങളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അവസരം പോലെ ഇപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അവസരം പോലെ അല്ല, അതിന് കൃത്യം മറുപടി ഇതുള്ള തിരിച്ച് അവര് കയറ്റാവുന്ന സ്ഥലത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവർ കയറി അന്ന് തൊട്ട് ഈ പുതുക്കിയ ശമ്പളം കൊടുക്കും. ഞങ്ങൾ അവിടെ ജോലിക്ക് കയറുന്ന അന്ന് മുതൽ കൊടുക്കുന്നുണ്ട്. ഈ സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ല. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന മിനിമം വേതന വിജ്ഞാപനം മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാൻ തയ്യാറാണെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. രണ്ടാമത്തെ ഭാഗം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ലേബർ ഓഫീസർ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. ഞങ്ങൾ ഈ ഒരു പണിഷ്മെന്റ് എടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു, അന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 മാസമായി ഇവർ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോഴും അമല ക്യാമ്പസിലുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് അവരിപ്പോഴും സമരത്തിന് പോകുന്നത്. അമല ക്യാൻറ്റീനിൽ നിന്ന് റിഡക്ഷൻ റേറ്റിലുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർ ഒഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന്റെ പേരിൽ ഞങ്ങൾ പോലീസിനെ ഇറക്കി, ഞങ്ങൾ അവരെ ഇറക്കിയിട്ടുമില്ല. അല്ല പണിഷ്മെന്റ് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അമലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ്മാര് 4000 രൂപയും 5000 രൂപയും കൊടുത്ത് പുറത്ത് താമസിക്കുകയാണ്. അവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണ, അച്ഛാ ഇത് ഞങ്ങള് ഇവിടെ ജോലി ചെയ്യുന്നവര് 4000 രൂപ കൊടുത്ത് പുറത്ത് താമസിക്കുന്നു, ഇവിടെ ഇവര് 400 രൂപ കൊടുത്തിട്ട് അകത്ത് ഇരുന്നിട്ട് ഇവിടുത്തെ എല്ലാ ഫേവറും പറ്റി പുറത്ത് പോയിട്ട് സമരം ചെയ്യുന്നു. അത് അവസാനം അതിലേക്കാണ് നിങ്ങൾ വരുന്നത്. നമ്മളെല്ലാവർക്കും അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഒരു ഇക്വേഷൻ അനുസരിച്ച് തന്നെയാണ് ഈ അലവൻസ് 50% എന്ന് പറയുന്നത് നഴ്സുമാർക്കാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഇക്വേഷൻ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. കൊടുക്കുന്നുണ്ട്. മുഴുവൻ ജീവനക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ആ മിനിമം വേജസിൽ കറക്റ്റ് പറയുന്നുണ്ട്. നഴ്സുമാർക്ക് ഇത്ര പെർസെന്റേജ്, മറ്റ് ഓരോ സ്റ്റാഫ്മാർക്ക് ഇത്ര പെർസെന്റേജ് എന്ന് പറയുന്നുണ്ട്. കൊടുത്തു. ഏപ്രിൽ മാസ ശമ്പളം 30-ാം തീയതി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇവിടെ സാലറി പോവുക. ആ ലാസ്റ്റ് വർക്കിംഗ് ഡേ സാലറി പോയിട്ടുണ്ട്. ഏപ്രിൽ മാസ ശമ്പളം പോയിട്ടുണ്ട്. തിരിച്ച് കയറുന്നവരെ നമ്മൾ ആലോചിച്ചിട്ട് എടുക്കൂ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരു 3 മാസമായിട്ട് സ്ഥാപനത്തില് ഇല്ല. നമുക്ക് സ്ഥാപനം അല്ല തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാല് തിരിച്ച് എടുക്കാം. ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നഴ്സുമാരൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒഴിവുകൾ വരും. ഇപ്പോഴും ഒഴിവുകളുണ്ട്. ഞങ്ങൾ ഒരു ജൂബിലിയിലെ കാര്യം പറഞ്ഞാൽ ഒരു 900ഓളം നഴ്സുമാരകത്തുണ്ട്. 900ഓളം നഴ്സുമാരകത്തുണ്ട്. അത് പറഞ്ഞപ്പോൾ നഴ്സുമാരുടെ സമരം എന്ന് പറയരുത്. നഴ്സുമാര് 900ഓളം പേരകത്തുണ്ട്. ഒരു UNA സമരം എന്ന് കൃത്യം അത് പറയണം. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒഴിവനുസരിച്ച് കയറ്റും. ഒഴിവുകൾ ഇപ്പൊ അങ്ങനെ പറയാൻ മാത്രമില്ല. ഡെയിലി വേജസ് അല്ല ചില സ്ഥലത്ത് ഒഴിവുകൾ വരും. ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലയെ സംബന്ധിച്ചിടത്തോളം അടച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അവിടെ തുറക്കണമെങ്കിൽ നേഴ്സുമാര് വേണം. അത് നമ്മൾ ആൾക്കാരില്ലാത്തത് ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ ഇവര് ഇപ്പൊ എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഫോർമുല വെക്കാവുന്നതാണല്ലോ മന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞത്. ഏറ്റവും വേഗം മിനിമം വേജ് ഫിക്സ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ഇതുപോലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഈ ഫേക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യുക, ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുക, അത് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇതിന്റെ പുറകിലുള്ള ഒരു ചേതോവിഹാരം എന്ന് പറഞ്ഞാല് ഒരു യൂണിയൻ സമരം ചെയ്യാം, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം. അതിനൊരു വ്യവസ്ഥ വേണം. ഇവര് സമരം ചെയ്യുക, ഇറങ്ങിപ്പോവുക, അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം.
അത് പറ്റില്ല. ഞങ്ങൾ പറയുന്നതല്ല, അതിനൊരു വ്യവസ്ഥ വേണം, ഒരു നിയമം വേണം. ഒരു മിനിറ്റ്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഗവൺമെന്റിലെ അതിൻ്റെ കുറവുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ എനിക്ക് ബിന്ദു കൃഷ്ണ മിനിസ്റ്റർ മാഡം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എത്രയും പെട്ടെന്ന് അതിന് പുറകിൽ നിന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഞങ്ങൾക്കും അതാണ് ആഗ്രഹം. കാരണം സമരം ചെയ്ത് കുറച്ച് കാശ് കൂട്ടി കൊടുക്കലല്ല ഇതിൻ്റെ സൊല്യൂഷൻ. അത് കഴിഞ്ഞാൽ വീണ്ടും വരും. അതായത് ഇപ്പൊ നിലവിൽ ഇന്നത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഇവര് ഏപ്രിൽ 1 മുതൽ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തെ അവർ അംഗീകരിച്ചതിന് സമാനമാണ് ഇന്നിപ്പോ നടന്ന കാര്യങ്ങൾ. അപ്പം ആ ഒരു സാലറി അംഗീകരിച്ചുകൊണ്ട് അവർ തിരിച്ചു കയറാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ തിരിച്ചെടുക്കുമോ ഇല്ലയോ? അതാണ് കേൾക്കൂ. നമ്മൾ ഇത്രയും 160 പേരെ നമ്മൾ തിരിച്ചെടുത്തു. അത് ഒറ്റയും തറ്റയുമായിട്ട് വന്നതാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ഞങ്ങളുടെ സൗകര്യം നോക്കിയിട്ട്, സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൗകര്യമല്ല, ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അവരെ തിരിച്ചെടുക്കുന്നതായിരിക്കും. സാലറിയിൽ ഒരു വ്യത്യാസവും വരുത്താൻ, സമരവുമായിട്ട് ഒരു വ്യത്യാസവും വരുത്താൻ ഞങ്ങൾ തയ്യാറുമല്ല. സമരം ചെയ്യുന്നതിൻ്റെ പേരിൽ വേറെ ഒരു ഇതും ചെയ്യാൻ, സാലറി കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് അമലയും ജൂബിലിയും ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 100-ൽ കൂടുതൽ ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ. 100-ൽ കൂടുതൽ കീമോതെറാപ്പി പേഷ്യൻസ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ആ സമയത്ത് പെർ ഡേ. ഇതുപോലെ തന്നെ തിയേറ്ററുകളിലും ന്യൂനറ്റൽ ICU, കുട്ടികളുടെ ICU, കുഞ്ഞുങ്ങളുടെ ICU 5 പേര് വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസം കിട്ടാതെ കിടക്കുന്ന പ്രീമച്യൂർ ആയിട്ടുള്ള കുട്ടികൾ. ഞാൻ അവരൊക്കെ വന്നിരുന്ന് കരഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കൂട്ടമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രവണത, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഈ സമൂഹത്തോടുള്ള അവരുടെ വെല്ലുവിളിയാണ്. ഇത് നമുക്ക് എന്ത് കാരണം കൊണ്ടും ആവട്ടെ, അവരങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് പോലും തരാതെ ഞങ്ങൾ ഇവരുടെ ലൈഫിനെ റിസ്ക് ആക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയല്ല, ഈ സമൂഹത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. അതുണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാതെ ഇരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർക്കാൻ വേണ്ടി ചോദിക്കണം. അതായത് ഈ പറഞ്ഞ 4000 രൂപ 6000 രൂപ വരെയുള്ള വർധനവ് കൊടുത്ത് ഇവർ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? അത് കൊടുത്തതല്ലേ? അത് കൊടുത്തതല്ലേ? അതെന്താ ഇനി എന്തിനാ ചോദിക്കുന്നത്? അവര് കേറിക്കോട്ടെ. അത് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 190 160 പേര് കയറി, അവർക്ക് കൊടുത്തു. കയറട്ടെ. കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്ല അത് ഇന്നെടുത്ത ധാരണയൊന്നും അല്ലല്ലോ. ഏപ്രിൽ മുതൽ അവർക്ക് കയറായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് 2 മാസം പുറത്തിരുന്നത്? ഏപ്രിൽ 1-ന് അംഗീകരിക്കാതെ എഴുതി ഒപ്പിട്ട് തന്നാല് കേരളം എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കാതെ സമരം തുടർന്നവരാ. അപ്പൊ അവരെ അംഗീകരിച്ചോ ഇത് കൊടുത്തുകൊണ്ട് നേരിട്ട് അവരുടെ നേതാക്കന്മാരോട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏപ്രിലിൽ ഇനി അത് അംഗീകരിക്കാൻ ഏപ്രിൽ 1-ാം തീയതി കൊടുത്തത് അതിനു മുമ്പ് പറഞ്ഞു. അതിലെ വ്യക്തതയുണ്ട്. അച്ഛൻ പറഞ്ഞ് വളരെ വ്യക്തതയുണ്ട്. തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് പകരമായി കുറെ പേരോട് വന്നിട്ടുണ്ട്. അതായത് ഒരു 100 പേര് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് 50 പേര് ഇറങ്ങിപ്പോയതിന്റെ പേരിൽ വേറെ 50 പേരെ ഇവിടെ എടുത്തു കഴിഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. സമയമനുസരിച്ച്, നാട്ടിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആണ്. ഇപ്പൊ 500 പേര് ഒരുമിച്ച് വന്നാൽ എടുക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വളരെ നല്ല ചോദ്യമാണ്. പക്ഷെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടത്, നിയോനറ്റോളജി ആളുകള്, ഡയാലിസിസ് ആളുകൾ, തിയേറ്റർ ആളുകളൊക്കെ അടച്ചിടാൻ പറ്റില്ലല്ലോ. ആ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ ജൂബിലിയിലും എടുത്തിട്ടുണ്ട്, ഡെയിലി വേജസിന് ആളുകൾ എടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷനുള്ള നിയമപരമായ ആളുകൾ എടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഡയാലിസിസ് വരുന്നവരോ നിയോനറ്റോളജി ഒരു സംഭവം ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ, ഒരു ദിവസം 1:15 സമയത്താണ് കാഷ്വാലിറ്റിയില് 2 ട്രോമ കേസ് വന്നപ്പോൾ ആളുകൾ പോയത്. അപ്പൊ നമ്മൾ ആളുകളെ പകരം കൊണ്ടുപോകുന്നു രജിസ്ട്രേഷൻ വരെ. അതില്ലാതെ സ്ഥാപനം ഓടിക്കണ്ടേ? 3 മാസം ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥാപനം നമുക്ക് അടച്ചിടാൻ പറ്റുമോ? പറ്റില്ല. ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥകളുണ്ടല്ലോ, ആ നിയമവ്യവസ്ഥകളായിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞങ്ങളെ ആരും എടുക്കില്ല എന്നും സമരത്തിൽ പോയവരെ തിരിച്ചെടുക്കില്ല എന്നുള്ള ക്യാപ്ഷൻ ഒന്നും ഇടണ്ട. അത് ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നില്ലല്ലോ.
അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല. നമ്മൾ ഈ 160 പേര് തിരിച്ചു വന്നപ്പോ അവരെ അവരുടെ വേക്കൻസി അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ജൂബിലിയിലും എത്ര പേര് തിരിച്ചു വന്നാൽ വേക്കൻസി അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മളത് ചെയ്യും. ഇനിയും അത് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നമ്മളത് നാട്ടിലെ ചെയ്യും. നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഇനി മുന്നോട്ട് പോകണം. 100 ദിവസം കഴിഞ്ഞു. അപ്പം ഇവിടെ ഒരു 900 നഴ്സുമാർ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2200 കഴിഞ്ഞ ആഴ്ച 2000 വീതം OP-കൾ അവിടെ നടക്കുന്നത്, 800ഓളം IP-കൾ നടക്കുന്നത്. അത് പറഞ്ഞില്ല, ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതെനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട പോയിന്റാ. വ്യാഖ്യാനിക്കുന്നില്ല. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ല, UNA പ്രവർത്തിക്കില്ല എന്നുള്ളതല്ല ഞങ്ങൾ ചോദിച്ചത്. ഇവിടെ ജോലിക്ക് വരാൻ തയ്യാറാണ്. പിന്നെ ഒരു അല്ല, അവര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ എടുക്കും. ഇന്ന കാലത്ത് ആദ്യം അവര് അമലയിലെ സ്റ്റാഫായിട്ടല്ലേ അവര് UNA-ൽ പറഞ്ഞത്, അല്ലാതെ UNA-ൽ വന്നിട്ടല്ലല്ലോ അമലയിലെ സ്റ്റാഫ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിലെ തൊഴിൽ ചിന്തിക്കാറേ ഇല്ല. അല്ല, കേരളത്തിന്റെ നമ്മുടെ മക്കളാണെന്നുള്ള രീതിയിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തില് മാത്രമല്ല, ഒരു സ്ഥാപനത്തെ കുറിച്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാകണം. ട്രേഡ് യൂണിയനെതിരായൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് നടക്കുന്ന, ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന, പേഷ്യൻസിനെ സഫർ ചെയ്യുന്ന പരിപാടികൾ ഞങ്ങൾ യോജിക്കില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? അല്ല, ഇന്ന് നടന്നല്ലോ. ഇന്ന് ലേബർ ഓഫീസർ റോബിൻ എന്ന് വളരെ വളരെ എനിക്ക് വളരെ പോസിറ്റീവ് ആയിരുന്നു. അപ്രീഷിയേറ്റ്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ആ ചോദിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഈ വളരെ പോസിറ്റീവായിട്ട് ജൂബിലിറ്റി ആളുകളുമായി ചർച്ച നടത്തിയതിൽ രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്സ് പറഞ്ഞിട്ട് അദ്ദേഹം കുറേയേറെ ഇതിനെ ശ്രമിച്ചിരുന്നു. അത് നടത്തി. ഞാൻ അത് സാറിലേക്ക് വരാം, ഈ മാഡം കഴിഞ്ഞിട്ട് സാറിലേക്ക് വരാം. അവർ സമരം വരുന്നതിന് ശേഷമാണ് 4000 രൂപ വർദ്ധിപ്പിച്ച് നൽകിയത്. നമുക്ക് നിങ്ങൾക്ക് പകരം ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ ഉയർന്നൊരു ശമ്പളം വാഗ്ദാനം ചെയ്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു. അങ്ങനെയാണ് 4000 രൂപയുടെ വർധന ഉണ്ടായെന്ന് അത് അവര് പറയുന്നതാണ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവര് എല്ലാവരും കൂടിയിട്ട് 900 പേരല്ലേ ഉള്ളൂ. 3500 പേർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ എല്ലാവരുടെയും ശമ്പളം കൂട്ടാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് 30% കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴും നമ്മൾ 50%-ലേക്ക് ആക്കാം എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അത് ഇവരുമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ അംഗീകരിക്കാതെയാണ് പോയത്. എന്തോ രേഖാമൂലം കൊടുത്തിട്ടില്ല. അത് അവർക്കല്ല, ആർക്കും കൊടുത്തു. ഞങ്ങളൊരു 1-ാം തീയതി ഞങ്ങൾ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. 1-ാം തീയതി സർക്കുലർ ഇറങ്ങി. ഏപ്രിൽ 1-ാം തീയതി സർക്കുലർ ഇട്ടിട്ടുണ്ട്. മാർച്ചിൽ സമരം തുടങ്ങി. അപ്പൊ തന്നെ ഇവരോട് പറഞ്ഞു. അത് അവരോടാ പറയണ്ടേ. ഞങ്ങളോടാണോ ചോദിക്കുന്നത്, അവരോടാണോ ചോദിക്കുന്നത്? അതായത് അതില് കൃത്യമായിട്ട് ഞങ്ങൾ മന്ത്രിയുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അപലപനീയമാണ്, വേദനാജനകമാണ്. ഇത് 4.5 ലക്ഷം വരുന്ന വിശ്വാസികളുടെ ആസ്ഥാനത്തെ 2 പ്രാവശ്യം ഖരാവ് ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു ചാനലുകാരോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് കൂടുതൽ വേദനിപ്പിക്കുന്നത് ജൂബിലിയുടെ CEO എന്നുള്ള നിലയ്ക്കല്ല, ഈ അതിരൂപതയുടെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് 2 പ്രാവശ്യം ബിഷപ്സ് ഹൗസ് ഖരാവ് ചെയ്ത് അപലപനീയമാണ്. പിന്നെ വേറൊരു കാര്യമോട് അല്ല, ഞാൻ പറഞ്ഞിട്ട് പറയാം. ഞങ്ങളുടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്ഥാപനമാണ്. പ്രസ് ക്ലബ്ബിൽ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സമരമായിട്ട് വരിക അങ്ങോട്ട് തന്നെയാണ്. ശരിയാണ്. എന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റവരുടെ വീട്ടിലേക്കോ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് സമരം അങ്ങോട്ട് വന്നെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തീർത്തും തെറ്റാണ്. ഇവിടെ ഏത് സ്ഥാപനങ്ങൾ നടത്തുമ്പോഴാണ് നിങ്ങൾ മറ്റു സഭക്കാരുടെയും മറ്റ് മതവിഭാഗക്കാരുടെയും ആസ്ഥാനത്ത് പോയി സമരം നടത്തോ? ഞാൻ പേരുകൾ പറയുന്നില്ല. പല മതവിഭാഗക്കാര്, പല വ്യക്തികൾ ഇവിടെ നടത്തുന്നു. അതായത് ഒരു മിനിറ്റ്, അതെ, ഇത് നമ്മളത് സങ്കുചിതം. ഒരു മിനിറ്റ്, അതിനുള്ള മറുപടി എന്ന് വെച്ചാല് ഇതൊരു തൊഴിൽ സമരം പോലെ തന്നെ തുടങ്ങിയത്. ഞങ്ങളും അങ്ങനെ തന്നെ കണ്ടത്, ഇപ്പോഴും അങ്ങനെ കാണാൻ ഇഷ്ടം. എനിക്ക് തോന്നുന്നു മറ്റ് പ്രതിനിധികളും വന്നിട്ടുണ്ട് ഇവിടെ. ഇത് അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് ഒന്നാമത്തെ. അതിന് നേതൃത്വം കൊടുത്തത് സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഡിസിപ്ലിൻ ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആക്ഷൻ പുറത്ത് നിന്ന 2 വൈദികർ മുന്നിൽ നിർത്തി സഭയ്ക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവർക്ക് നഴ്സുമാരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുപോലെ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ മുൻപേ മോശമായി സംസാരിക്കുന്ന ചില ഓൺലൈൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയത് നമ്മളല്ല, ഇത് ജൂബിലിയും അല്ല, ഇത് മുറിവേറ്റ
ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്ന വിശ്വാസികളുടെ റിയാക്ഷനാണ് വന്നിട്ടുള്ളത്, വേറെ ഒന്നും ഇതിലില്ല. പുതിയ റിക്രൂട്ട്മെന്റ് എത്രയായിരുന്നു? നിങ്ങൾ എത്ര പേരെ എടുത്തു? 200ഓളം പേരെടുത്തിട്ടുണ്ട് നമ്മൾ. ഏത് അമലെ മാത്രം? അല്ല ജൂബിലിയിൽ മാത്രം. ജൂബിലിയില് അമലയില് ഏകദേശം അത്ര തന്നെ അമലയിലും വന്നു. 200ഓളം പേരെ എടുത്തു. ഓക്കെ, നമുക്ക് ഓക്കെ. അതിൽ പോലും പറയുന്നു കേട്ടോ, അതിൽ പലരും ഡെയിലി വേജുകാരുണ്ട്. അതുകൊണ്ട് ഇവരെ മുഴുവൻ ഞങ്ങൾ എടുക്കില്ല എന്നൊന്നും പറയുന്നതിലൊന്നും കഥയില്ല, ഞങ്ങൾ എടുക്കും. അതല്ല, നമുക്ക് ഈ ഡെയിലി വേജ് വന്നൊരു നാളെ തൊട്ട് വരണ്ടെന്ന് പറയാൻ പറ്റും. ഒരു ക്രൈസിസ് സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങളൊന്ന് മാനസികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിന്നെ ഈ ഡെയിലി വേജസ് എന്ന് പറഞ്ഞാലേ എങ്കിലും നമ്മൾ അവരോട് അവർ നമ്മുടെ മക്കളാണെന്നുള്ള ഒരു തോന്നലോടും കൂടെ തന്നെയാണ് ഇതുവരെ ഞങ്ങൾക്ക് ഒരു 500 പേരുണ്ടല്ലോ സമയത്ത്. 500 ചില്ലാനും പേര് 500 ചില്ലാൻ പേര് ഒരുമിച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞല്ലോ നേരത്തെ, 1-2 വാർഡുകൾ അടച്ചിട്ടിട്ടുണ്ട്. ICUs അത് ഓപ്പൺ ചെയ്യും. ഇവർ വരുന്നതോടുകൂടി തന്നെ ഓപ്പൺ ചെയ്ത് തന്നെയാണ് വിളിക്കുക. ഏതാണ്ട് ഭയപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നിങ്ങൾ എന്നിട്ടും ഈ സഭ എന്നുള്ള നിലയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ? അതെന്തായി പറയുന്നത്? മയപ്പെട്ട രീതിയാണോ? ഇന്ന് പ്രധാനപ്പെട്ട കവാടം 1-ാം ഗേറ്റ് ഉപരോധിച്ചതാണോ മയപ്പെട്ട? കഴിഞ്ഞ ഞായറാഴ്ച സൗഹൃദ സംഭാഷണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അരമന 8 മണിക്കൂറോ 9 മണിക്കൂർ ഉപരോധിച്ചതാണോ മയപ്പെട്ട രീതികൾ? എന്താ മയപ്പെട്ട രീതി എനിക്ക് കൃത്യം മനസ്സിലാവുന്നില്ല. കാണുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളെല്ലാം. ഇനി ഞങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ ജൂബിലിയും അമലയിൽ, അച്ഛൻ നേരത്തെ പറഞ്ഞു, ജൂബിലി അമലയിൽ തീർക്കേണ്ട ഒരു പ്രശ്നം അവിടേക്ക് പോയി. ഇനി ഇതിനെ മയപ്പെട്ട രീതിയിൽ ആക്കാൻ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തൊഴിൽ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ചാനലുകാരെ കണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അന്ന് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് അന്ന് പറഞ്ഞ അതേ കാര്യം ഇന്നത്തെ ചർച്ചയിലും മറ്റു തീരുമാനങ്ങളൊന്നും ഞങ്ങൾ അതിന്റെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ ഇതാണ്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഡിസ്കഷനിൽ വന്നത് മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളും ഒരുമിച്ച് ഏറ്റവും പെട്ടെന്ന് മിനിമം വേസ് ഇറക്കാനായിട്ട് പറയുന്നു. അച്ഛന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ഇല്ല, അത് അച്ഛൻ ക്ലിയർ ആക്കിയല്ലോ. അത് തന്നെ അച്ഛൻ ക്ലിയർ ആക്കിയല്ലോ. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ട ഒരു ചർച്ചയോ സൈനോ ഒന്നും നടന്നിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. അല്ല, ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും മാറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഏപ്രിൽ 1-ാം തീയതി നടപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങളൊന്നും ഞങ്ങൾ മാറ്റാനും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ വാക്കാണ്, പ്രാവർത്തികമാക്കിയതാണ്. അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആർക്കും പറ്റുമല്ലോ. നമ്മളിപ്പോ പോലും അങ്ങനെയല്ല ചെയ്യുന്നത്. 5-8 പേര് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നില്ല. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് എപ്പോഴും ഈ വരുന്ന ആളുകളിലൂടെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ഓപ്ഷൻ വന്നിട്ടില്ല. അല്ലാതെ നോക്കൂ, ഞങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ എഴുതരുത് പ്ലീസ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചില സൗകര്യങ്ങൾ ശരിയാക്കണ്ടേ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനുവേണ്ടി ഒരുക്കണ്ടേ, അത് ഒരുക്കിയിരിക്കും, ചെയ്തിരിക്കും. ഈ ഡെയിലി വേജസിലുള്ളവര് കുറെ പേരെങ്കിലും, ഒരു ഉദാഹരണം ജർമ്മനിക്ക് പോകാൻ നിൽക്കുന്നവര്, വിസ വെയിറ്റ് ചെയ്യുന്നവര്, അങ്ങനത്തെ കുറെ പേരുണ്ട്. ഡെയിലി വേജസില് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവർ കുറെ പേരുണ്ട്. അവര് ഡെയിലി വേജസിൽ പതുക്കെ പോവും. നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. 300 ചില്ലാനും പേരാണ് ജൂബിലിയിൽ നിന്ന് സമരത്തിലുള്ളത്. ഞങ്ങൾ 200ഓളം പേരെടുത്തിട്ടുണ്ട്. അവിടെ ഒരു 150ന്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ 200 പേരെടുത്തതിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്, വിസ ശരിയായാലൊക്കെ. ഓക്കെ.